കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം ഏകാദശ അധ്യായം അല്ലേ, 11-ാം സ്കന്ധം 11-ാം അധ്യായം. നമ്മൾ ശ്ലോകം 33 ചെയ്തത്. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ആ അർത്ഥം എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ മാഹാത്മ്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും, അറിയാത്ത ആളും അറിയാത്ത ഭക്തനും അറിയുന്ന ഭക്തനാണെങ്കിലും വേണ്ടില്ല എന്ന്. എൻ്റെ മാഹാത്മ്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും അന്യാശ്രയം, അതായത് അനന്യഭക്തിയോടെ എല്ലാം വിട്ട് എല്ലാം ഞാനായി കണ്ടിട്ട് ആരൊക്കെ എന്നെ ഭജിക്കുന്നുവോ അവരൊക്കെ സജ്ജനങ്ങളാണ്, എൻ്റെ ഉത്തമ ഭക്തന്മാരാണ് എന്നാണ് പറഞ്ഞ് നമ്മൾ നിർത്തിയത്. അതായത് ഭഗവാന്റെ മഹത്വം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഭഗവാനെ തീവ്ര ഭക്തിയോടുകൂടി ആരാണ് ഭജിക്കുന്ന ആളൊക്കെ സജ്ജനങ്ങളാണെന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞാൽ വെച്ചാൽ ഭക്തി എന്താണെന്ന്, ഭക്തിയുടെ ലക്ഷണങ്ങളും ചോദിച്ചുല്ലോ. സജ്ജനങ്ങളുടെ ലക്ഷണം, ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തിയുടെ ലക്ഷണമെന്ന് ചോദിച്ചു. ഇനി അതാണ് പറയാൻ പോകണം കേട്ടോ. 34 ഇനി 8 ശ്ലോകം കൊണ്ടാണ് ഈ സജ്ജനങ്ങളുടെ ഭക്തിയെ പറ്റി പറയണത് കേട്ടോ. അപ്പം നമുക്ക് 34 വായിക്കാം. 33 നമ്മൾ കഴിഞ്ഞ, അത് ശരിക്കും പറയാ വെച്ചാൽ 34, 35, 8 ശ്ലോകവും കൂടി ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് ഓരോന്നായി ചെയ്യാം കേട്ടോ. 34 വായിക്കാം. മല്ലിംഗമദ്ഭക്തജന ദർശന സ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം. എന്തൊക്കെയാണ്? മല്ലിംഗ മദ്ഭക്ത ജന ദർശന സ്പർശനാധികം. അതായത് എൻ്റെ വിഗ്രഹങ്ങളെ, ലിംഗം ചവട ഭഗവാന്റെ വിഗ്രഹങ്ങളുടെയും എൻ്റെ ഭക്തന്മാരുടെയും ഭക്തജനം എന്ന് പറഞ്ഞൂല, ഇത് എന്തൊക്കെ? ദർശനം, സ്പർശനം, പൂജ, പരിചര്യ അല്ലേ, ശുശ്രൂഷ. പരിചര്യ ശുശ്രൂഷയാണ്. പൂജിക്കുക, അർച്ചനം പൂജിക്കുക, ശുശ്രൂഷിക്കുക. പിന്നെയോ പരിചര്യ സ്തുതിക്കുക, നമസ്കാരം. പിന്നെയോ എൻ്റെ ഭക്തവാത്സല്യത്തിനെ പറ്റിയിട്ടുള്ള കഥകളും എൻ്റെ ദിവ്യലീലകളെയും പറ്റിയൊക്കെ നിരന്തരം കീർത്തനം ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറയാച്ചാൽ ഒരു സാധനയാണ്, ഭക്തി സാധനയാണ്. അതൊക്കെ ഏതൊക്കെ ഈ ഒരു ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ, എൻ്റെ വിഗ്രഹങ്ങളെ, അതായത് നമ്മൾ ഭഗവാന്റെ സ്റ്റാച്ചു അല്ലെങ്കിൽ ഫോട്ടോ എന്താ വെച്ചാൽ അതിനെ വിഗ്രഹങ്ങളുടെയും പിന്നെ എൻ്റെ ഭക്തന്മാരുടെയും, ഭക്തന്മാരെ കാണുന്നതും അവരെ തൊടണതും പൂജിക്കണതും ശുശ്രൂഷിക്കണതും സ്തുതിക്കണതും നമസ്കരിക്കണതും, എൻ്റെ ഭക്തവാത്സല്യത്തിനെ പറ്റിയിട്ടുള്ള കഥകളും അല്ലെങ്കിൽ അംബരീഷൻ്റെ, ധ്രുവൻ്റെ, പ്രഹ്ലാദൻ്റെ ഇങ്ങനത്തെ കഥകളും ഭഗവാന്റെ മറ്റു ദിവ്യലീലകളും ആരാണ് നിരന്തരം കീർത്തിക്കുന്നത് ഞങ്ങളുടെ കീർത്തനയും ഒക്കെ ഭക്തിയാണെന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് ഭക്തി. ഭക്തിയുടെ ലക്ഷണം എന്താ? ഈ ചെയ്യണതൊക്കെ ഭക്തി സാധനയാണ്, അതായത് സാധനാഭക്തിയാണ് ഇതൊക്കെ. പിന്നീട് സാധനാഭക്തി ചെയ്തിട്ടല്ലേ സാധ്യമാവുക അല്ലേ? അപ്പോൾ സാധന എന്തൊക്കെ? ഇതൊക്കെ ആവാം. എൻ്റെ വിഗ്രഹത്തിനെയും എൻ്റെ ഭക്തന്മാരെയും ഒക്കെ പൂജിക്കുക, അങ്ങനെയല്ല നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ അതൊക്കെ ചെയ്താൽ ശരിക്കും സാധന തന്നെയാണ്, സാധനാഭക്തിയാണ് അതാണ്. മല്ലിംഗ മദ്ഭക്ത ജനദർശന സ്പർശനാർച്ചനം പരിചര്യ സ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം മത്കഥാശ്രവണേ ശ്രദ്ധ. എൻ്റെ കഥ കേൾക്കാൻ ശ്രദ്ധ. മതനുധ്യാനം ഉദ്ധവ, എന്നെ ധ്യാനിക്കുക. സർവലാഭോപഹരണം ദാസ്യേന ആത്മനിവേദനം. പിന്നെന്താ? അതായത് എൻ്റെ കഥകളെയൊക്കെ നല്ലോണം ശ്രദ്ധയോടുകൂടി കേൾക്കുക, എന്നെ നിരന്തരം ധ്യാനിക്കുക. എല്ലാം സർവലാഭോപഹരണം, എനിക്ക് കിട്ടുന്നതെല്ലാം എനിക്കായി സമർപ്പിക്കുക. പിന്നെയോ ദാസ്യേന ആത്മനിവേദനം, ദാസഭാവത്തിൽ സ്വയം ഭഗവാനെ നമ്മളെ സ്വയം അർപ്പിക്കുക. ഇതൊക്കെ ഭക്തി സാധന തന്നെയാണെന്ന് പറയാൻ. ഇതൊക്കെ ഭക്തിയാണ്. അങ്ങനെയൊക്കെ കണ്ടാൽ, അങ്ങനെ വല്ലവരും ചെയ്തതിലും കണ്ടാൽ അതൊക്കെ ഭക്തി തന്നെയാണെന്ന് പറഞ്ഞു. എന്താ പറയണത്? ഈ ഒരു ഇതിൽ എൻ്റെ കഥകളെ പറയുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണത് ഭക്തിയാണ്, ഭക്തിയുടെ ഒരു സാധനയാണ്. പിന്നെയോ എന്നെ നിരന്തരം ധ്യാനിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ
ഇതൊക്കെ ഭഗവാൻ തന്നതാണ് എന്ന് വിചാരിച്ച് നല്ലോണം ഭഗവാനിൽ തന്നെ അർപ്പിച്ച് അത് ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും ഒരു ദാസൻ്റെ ഭാവത്തിൽ എപ്പോഴും ഭഗവാനെ സമീപിക്കുക, ആ ദാസഭാവം ഉണ്ടാവുക മനസ്സിൽ. പിന്നെ ആത്മനിവേദനം വെച്ചാൽ സ്വയം ഭഗവാനിൽ അർപ്പിക്കുക. അതാണല്ലോ മഹാബലി ചെയ്തത് അല്ലേ. മത്കഥാശ്രവണേ ശ്രദ്ധ മദനുധ്യാനമുദ്ധവം സർവലാഭോപഹരണം ദാസ്യൻ ആത്മനിവേദനം മജ്ജന്മകർമ്മകഥനം മമ പർവാനുമോദനം മദ്ഗൃഹോത്സവ. ഇതൊക്കെ ഭക്തി തന്നെയാണെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്? മജ്ജന്മ കർമ്മ കഥനാദി കമപി, എൻ്റെ അവതാരങ്ങളുടെയും എൻ്റെ ലീലകളുടെയും ഒക്കെ കഥകളൊക്കെ ധാരാളം വായിക്കുക, പറയുക, പരസ്പരം ആ കഥകളെപ്പറ്റി പറയുക, രസിക്കുക. അതൊക്കെയാണല്ലോ ഗോപികമാർ ചെയ്തിരുന്നത്. അതും ഭക്തി. പിന്നെ പർവാനുമോദനം, അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഭഗവാന്റെ ജന്മദിനം അങ്ങനെയില്ലേ, അതൊക്കെ അങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ നമ്മൾ നല്ലോണം ഭക്തിയോടുകൂടി ഭഗവാന്റെ ജന്മദിനമൊക്കെ കൊണ്ടാടുക, ജന്മാഷ്ടമിയൊക്കെ. പിന്നെയോ പാട്ട്, ഗീത, താണ്ഡവ വാദിത്ര ഗോഷ്ഠീഭിർമദ്ഗൃഹോത്സവ, അതായത് പാട്ട്, നൃത്തം, വാദ്യം, പിന്നെ ഭഗവാന്റെ കഥകളെ പറ്റിയിട്ടുള്ള ഇപ്പോൾ കഥകളിയാണെങ്കിൽ കൃഷ്ണാട്ടം പോലെയുള്ള കഥകളിയോ ഡ്രാമകളോ അതൊക്കെ ഭഗവാന്റെ കഥകളായിട്ട് നമ്മൾ ചെയ്യുക, അനുകരിക്കുക. അങ്ങനെയുള്ള ക്ഷേത്രം ഉത്സവങ്ങളിലൊക്കെ നല്ലോണം പങ്കുകൊള്ളുക. അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗുരുവായൂരൊക്കെ ഉണ്ടല്ലോ കൃഷ്ണാട്ടം, അതൊക്കെ കാണുക ഭക്തിയോട് കൂടിയിട്ട്, അതിലൊക്കെ പങ്കുകൊള്ളുക. പിന്നെ എന്താണ്, പാട്ട്, നൃത്തമൊക്കെ നമ്മളുണ്ടാവുമല്ലോ അമ്പലങ്ങളിലൊക്കെ. വീടുകളിലൊക്കെ കുറവാണ്. അപ്പോൾ പലരും അവനവൻ്റെ വഴിപാടായിട്ട് അവിടെ ഡാൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ഭക്തിയോടുകൂടി ചെയ്താൽ അതൊക്കെ സാധനയാണ്. പക്ഷെ അതിനൊക്കെ ഭക്തിഭാവം ഉള്ളിൽ വേണം. അതാണതിൽ പ്രധാനി. അപ്പം മജ്ജന്മ കർമ്മകഥനം മമ പർവാനുമോദനം ഗീത താണ്ഡവ വാദിത്ര ഗോഷ്ഠീഭിർമദ്ഗൃഹോത്സവ. പിന്നെയോ യാത്ര ബലിവിധാനം ച സർവവാർഷിക പർവസു വൈദികി താന്ത്രികി ദീക്ഷ മദീയ വ്രതധാരണം. പിന്നെന്താ അതിൽ പറഞ്ഞ സർവവാർഷിക പർവസു യാത്ര, അതായത് എല്ലാ കൊല്ലമുള്ള എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, എഴുന്നേൽച്ച് കൊണ്ടുവരിക, അതിലൊക്കെ പങ്കുകൊള്ളുക, എഴുന്നള്ളിക്കുക. അതൊക്കെ ബലിവിധാനം, ബലി ഇടുക. പിന്നെ വൈദികി താന്ത്രികി ദീക്ഷ, അതായത് പുഷ്പമൊക്കെ നമ്മൾ ചാർത്തുക, വേദങ്ങളിലും തന്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. പിന്നെയോ മദീയ വ്രതധാരണ, എനിക്ക് പ്രീതിക്ക് കാരണമായിട്ടുള്ള പല വ്രതങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏകാദശി, ദ്വാദശി വ്രതം, ഏകാദശി നോൽക്കുക, പിന്നെ അഷ്ടമി രോഹിണി നോൽക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനത്തെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇതൊക്കെ ഭക്തിയോടി കൂടി ചെയ്യുകയാണെങ്കിൽ സാധനയാണ്, നമ്മളെ ഒരു ആത്മീയ സാധനയാണ്. ഇതൊക്കെ ഭക്തിയോടുകൂടി ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം നമ്മൾ വിചാരിക്കണം. എല്ലാം, അതായത് ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ശിവേലിയൊക്കെ പങ്കുകൊള്ളുക, ഭക്തിയോട് കൂടിയിട്ട് ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്യുമല്ലോ ഇല്ലേ. പിന്നെ നല്ല പുഷ്പങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കാൻ പറ്റിച്ചാൽ, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട്. പിന്നെ ദീക്ഷകളെ പറ്റുന്നവർക്കൊക്കെ വ്രതദീക്ഷകളൊക്കെ കൊണ്ടാടുക. പിന്നെ വിശേഷ ദിവസങ്ങൾ, ഭഗവാന്റെ ജന്മദിനമോ അല്ലെങ്കിൽ പിന്നെ ഏകാദശി, അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുക. ഇതൊക്കെ ഭക്തിയോടുകൂടി ചെയ്താൽ ആത്മീയ സാധനയായി. അതൊക്കെ ഭക്തിയുടെ ലക്ഷണമാണ്. യാത്രാ ബലിവിധാനം ച സർവവാർഷിക പർവസു വൈദികി താന്ത്രികി ദീക്ഷ മദീയ വ്രതധാരണം മമ അർച്ചാസ്ഥാപനെ ശ്രദ്ധ സ്വതഃ സംഹത്യ ചോദ്യമ ഉദ്യാനോപവനാക്രീഡ പുരമന്ദിര കർമ്മണി മമ അർച്ചാസ്ഥാപനെ. അതായത് എൻ്റെ ഈ അർച്ചാപരണ വിഗ്രഹം, എൻ്റെ വിഗ്രഹം പിന്നെ ഏതെങ്കിലും അമ്പലത്തിൽ എവിടെ വെച്ചാൽ പ്രതിഷ്ഠിക്കുന്നതിൽ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണ ശ്രദ്ധ. പിന്നെ ഉദ്യാനാദി കർമ്മണി, ഉദ്യാനം ധാരാളം പൂന്തോട്ടങ്ങൾ, പിന്നെയോ പിന്നെ കളിക്കാനുള്ള സ്ഥലങ്ങൾ, സ്വതഃ സംഹത്യ ച ഉദ്യമ, അതായത് നല്ല പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന പിന്നെ പാർക്കുകൾ, എന്താണ്
അമ്പലങ്ങൾ ഇങ്ങനത്തെ ഒക്കെ നിർമ്മിക്കാൻ സഹായിക്കുക. ഇപ്പോൾ ഒരു അമ്പലം ഇല്ലാത്ത ദിക്കിൽ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ അങ്ങനെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് എല്ലാ അമ്പലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പങ്കുകൊള്ളുക, അതിലേക്ക് നമുക്ക് സാധിക്കുന്ന പോലെ പിന്നെ എന്താണ് ദേഹം കൊണ്ടും ധനം കൊണ്ടൊക്കെ സഹായിക്കുക, അതൊക്കെ ഭക്തിയാണ്. ഇനി അത് സാധിക്കാത്തവർക്ക് എന്താ, പിന്നെ നമ്മൾ ദേഹം കൊണ്ട്, അതായത് പൈസ കൊണ്ടൊന്നും സാധിക്കില്ല, ധനം കൊണ്ട് സാധിക്കില്ല, ദേഹം കൊണ്ട് അതിന് വേണ്ടി ചെയ്യാമല്ലോ, അതൊക്കെ ഭക്തി തന്നെയാണ്. അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു പുണ്യവിഗ്രഹം എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുക വെച്ചാൽ അതിന് വേണ്ടതിന് സഹായമൊക്കെ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഉപകാരമാവാനുള്ള കൊച്ചു പൂന്തോട്ടങ്ങളും പാർക്കുകളും ഒക്കെ നമ്മുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ നാട്ടിൽ കിണർ കുഴിക്കുക, പണ്ടങ്ങനെ പറയുമല്ലോ, അതൊക്കെ വലിയ പുണ്യമാണ്. പിന്നെ ആൾക്കാർക്ക് എല്ലാം പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഇതിന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്കതിന് കഴിവില്ലെങ്കിൽ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സഹായമായിട്ട് നിൽക്കുക, ദേഹം കൊണ്ടോ പിന്നെ ദ്രവ്യം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ധനം കൊണ്ടോ, അങ്ങനെ അതൊക്കെ ഭക്തി തന്നെയാണ്. മമാർച്ച സ്ഥാപനേ ശ്രദ്ധ സ്വത സംഹത്യ ചോദ്യമ ഉദ്യാനോപവനാ ക്രീഡപുരമന്ദിരകർമ്മണി സമ്മാർജനേപേലേപാഭ്യാം സേകമണ്ഡലവർത്തനൈഃ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവദ്യതമായയാ. പിന്നെയോ സമ്മാർജനാധിഭിഃ ദാസവത് അമായയാ മഹ്യം ഗൃഹശുശ്രൂഷണം, അതും ഭക്തിയാണ്. എന്ത്, അതായത് സമ്മാർജ്ജനം വെച്ചാൽ അടിച്ചു വാരി അവിടെയൊക്കെ വൃത്തിയാക്കുക, അവിടെ അമ്പലത്തിൻ്റെയും ഭഗവാൻ ഇരിക്കേണ്ട ഭഗവാന്റെ വിഗ്രഹം ഇരിക്കണ ഭാഗമൊക്കെ നല്ലോണം അടിച്ച് തളിച്ച് അല്ലേ, അങ്ങനെ. എന്നിട്ട് പിന്നെ നമ്മൾ ഇവരൊക്കെ ആണെങ്കിൽ പിന്നെ എന്താണ് തമിഴരൊക്കെ കോലമൊക്കെ അണിഞ്ഞ് അതിനൊക്കെ ഭംഗിയാക്കൂല ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം, അതൊക്കെ ചെയ്യുക, അലങ്കരിക്കുക. ഒരു ദാസഭാവത്തിൽ എന്താണ് ആത്മാർത്ഥമായിട്ട് എല്ലാ ഇങ്ങനെ ഭഗവാന്റെ ക്ഷേത്രങ്ങളെയും ഭഗവാനെ വെച്ചിരിക്കുന്ന പിന്നെ എന്താണ് ഇപ്പം ഒരു മുറിയാണ് വെച്ചാൽ അതിനെയൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കഴിവനുസരിച്ച് അലങ്കരിക്കാനും വൃത്തിയാക്കി വയ്ക്കാനും ഒക്കെ വളരെ ഭക്തിയോടുകൂടി സഹായിക്കുക. അംബരീഷനും കൂടിയും ചെയ്തായിരുന്നു അല്ലേ. അംബരീഷൻ രാജാവായിട്ട് പോലും, ചക്രവർത്തിയാണ്, എന്നിട്ട് പോലും അംബരീഷൻ അമ്പലം അടിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഭഗവാന്റെ സ്ഥലം വൃത്തിയാക്കി വെക്കാൻ ആർക്കും ചെയ്യാം, ചക്രവർത്തി ആയാലും. കാരണം ചക്രവർത്തിയും ഭഗവാന്റെ ദാസനാണ്. അപ്പോൾ ദാസനെ പോലെ എല്ലാം ചെയ്യാം. സമ്മർജനോപലേപാഭ്യാം സേകമണ്ഡല വർത്തനൈഃ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവദ്യതമായയാ. അതെ, ഇനി ഒരു ശ്ലോകം കൂടി ഉള്ളൂ തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. അമാനിത്വമദംഭിത്വം കൃതസ്യ പരികീർത്തനം അഭിദീപാവലോകം മേ നോപയുജ്യം നിവേദിതം. പിന്നെയോ അമാനിത്വാധികം. അമാനിച്ച എന്താ, ദുരഭിമാനം ഇല്ലാത്തതാണ്. അതാണ് അമാനിച്ചാൽ ദുരഭിമാനമില്ലായ്മ, പിന്നെ ദമ്ഭില്ലായ്മ. അതായത് അവനവൻ ചെയ്തത് ഉറക്കെ പറയുക, ചെയ്തേലത്തെ അഹങ്കാരേ അതൊക്കെ ചെയ്യുക. അവനവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ് ഉറക്കെ കൊട്ടിഘോഷിക്കാണ്ടിരിക്കലും ഒക്കെ ഭക്തി തന്നെയാണ്. ഭക്തിയോടുകൂടി ചെയ്യുക. ഞാൻ ചെയ്തു എന്നൊന്നും നാട്ടിയില്ലാതിരിക്കണേ, അതാണ് കർത്തൃത്വം ഭോക്തൃത്വം അരുതലോ. ഭഗവാൻ ചെയ്യിപ്പിക്കുകയാണ് എന്നെ എന്നുള്ള ഭാവത്തിൽ വേണം. അതാണപ്പോൾ ഇതിൽ പറഞ്ഞത്. അമാനിത്വം അദംഭിത്വം, ദമ്ഭില്ലായ്മ. അതായത് ദമ്പചന്ത ഒന്ന് ദുരഭിമാനം ഇല്ലാണ്ടിരിക്കുക, അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക. ദമ്പചന്ത ചെയ്തത് ഞാനാണ്, എൻ്റെ കേമത്താണ്, അങ്ങനെ പറയാണ്ടിരിക്കുകയല്ല, തോന്നാതിരിക്കണം. ഭഗവാൻ എന്നെക്കൊണ്ട്, ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ചട്ടുകം, ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കണു, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം എപ്പോഴും വേണം. അത് ഭക്തിയാണ്. പിന്നെയോ കൃതസ്യ പരികീർത്തനം അല്ലേ. പിന്നെ മേ നിവേദിതം ദീപാവലോകമപി നോപയുജ്യ. അതായത് അവനവനോ മറ്റൊരാളാലോ ഭഗവാന് താൻ അർപ്പിച്ചതോ വേറൊരാൾ അർപ്പിച്ചതോ ആയിട്ടുള്ള ദീപം പോലും സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കരുതെന്ന്. നമ്മൾ അർപ്പിച്ചതാണെങ്കിലും വേറൊരു ഭക്തൻ അർപ്പിച്ചതാണെങ്കിലും അത്
എൻ്റെ ആണെന്ന് പറഞ്ഞ് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന്. അത് വളരെ പാപമെന്ന് പറയുമല്ലോ നമ്മളെ. അതുകൊണ്ടാണ് പ്രസാദമൊക്കെ നേദിച്ചാൽ നമ്മളെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമ്മൾ തന്നെ ഒന്നും അത് അനുഭവിക്കരുതെന്നൊക്കെ പറയുമല്ലോ, ഈവൻ പ്രസാദം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭഗവാൻ ഒരു വിളക്ക് വയ്ക്കുക, അതിൻ്റെ പിന്നെ എന്താണ്, അതായത് നമ്മൾ അതും പാടില്ല. ഭഗവാന് വിളക്ക് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ ഭഗവത് കഥകളല്ലാതെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അല്ലാതെ വായിക്കണമെന്നും നല്ലതല്ലല്ലോ. അതായത് ഭഗവാൻ അർപ്പിച്ചത് ഒന്നും വേറൊരു കാര്യത്തിന് അവനവൻ്റെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കരുത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ തന്നെ ഒന്നും നമ്മൾ അർപ്പിച്ചതാണെങ്കിലും വേറൊരാൾ അർപ്പിച്ചതാണെങ്കിലും അത് അരുത്. പിന്നെ അതായത് ദീപാവലോകം മേ നോപയുഞ്ജ്യാൻ നിവേദിതം. അതായത് എനിക്ക് എൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയിട്ട് ഈശ്വര ഭഗവത്പരങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും അല്ലാതെ വായിക്കരുത്. അല്ലാതെ വേറെ ആൾക്കും കൊടുക്കരുതെന്നല്ല കേട്ടോ, ഉപയോഗിക്കരുതെന്നല്ല, സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കരുത്. ഭഗവാന് ഇപ്പോൾ ഒരു വിളക്ക് വെച്ചാൽ ഭഗവാനാണ് നമ്മൾ സ്നേഹത്തോടു കൂടി വിളക്ക് വെച്ചത് അല്ലേ. അതായത് ഭഗവത് ചൈതന്യം എന്നിലുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് വെക്കുകയാണേ. അപ്പോൾ അത് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുതല്ലോ. അതാണ്. പിന്നെ നിവേദിച്ച നേദ്യവും എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെയുള്ളതൊക്കെ ഭക്തി തന്നെയാണ്. അമാനിത്വം അദംഭിത്വം കൃതസ്യാപരികീർത്തനം ദീപാവലോകം മേ നോപയുഞ്ച്യാൻ നിവേദിതം യദ്യദിഷ്ടമതമം ലോകേ യച്ചാതിപ്രിയമാത്മനഃ യത്തന്നിവേദയൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. ഇതും കൂടിയാണ് ആ ശ്ലോകം കേട്ടോ. അപ്പോൾ ഈ ഭക്തി ലക്ഷണങ്ങൾ, യദ്യത് ലോകേ ഇഷ്ടതമം, ഈ ലോകത്തിലെ ഏതെല്ലാം ഈ ലോകത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതാണോ, ഏറ്റവും ഇഷ്ടമുള്ളത്, യച്ച ആത്മനഃ അതിപ്രിയം, നമുക്ക് അവനോനെ ബാക്കി എല്ലാവർക്കും ഏതാ സാധാരണ ഏറ്റവും ഇഷ്ടമാവുക വെച്ചാൽ അതും അവനോന് ഏറ്റവും പ്രിയങ്കരമായതും തത്തന്നിവേദയൻ മഹ്യം, അതെല്ലാം എനിക്കർപ്പിക്കണം. അത് തദാനന്ദ്യായ കൽപ്പതേ, അത് നിത്യമായിട്ടുള്ള ആനന്ദത്തിന് വഴി ഉണ്ടാക്കിത്തരും. എന്താണെന്നതിൽ പറഞ്ഞു വെച്ചാൽ ലോകത്തിലെ എല്ലാവർക്കും വളരെ വാല്യുബിളായിട്ടുള്ളതും അവനോന് ഏറ്റവും വാല്യുബിളാണ് തോന്നണതും ഏറ്റവും അവനോന് പ്രധാനപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും ഭഗവാന് സമർപ്പിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടേതായിട്ടൊന്നുമില്ല എന്ന് എപ്പോഴും നമുക്ക് മനസ്സിൽ വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഭർത്താവും കുട്ടികളാണെന്ന് വെച്ചാൽ ശരി, അവരെയും ഭഗവാനെ മനസ്സുകൊണ്ട് സമർപ്പിക്കാമല്ലോ. നമ്മളൊക്കെ ഗുരുവായൂരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നടതല്ല അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് വല്ലാതെ വിഷമാകുമ്പോൾ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ പലപ്പോഴും നേരും മാറ്റിത്തരണേ, ഭഗവാന് മാത്രമേ അത് സാധിക്കുള്ളൂ, ഞാൻ ദണ്ണം മാറിയാൽ ഞാൻ ഈ കുട്ടി അവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം എന്നൊക്കെ പറയും. അങ്ങനെ നടതള്ളാനൊക്കെ അങ്ങനത്തെ വഴിപാടുകളൊക്കെ ഈ ഭക്തിയിൽ നിന്നുണ്ടാവുന്നത് തന്നെയാണ്. അതൊക്കെ ഭക്തിയുടെ, അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കായി സമർപ്പിക്കണം. ആ അർപ്പണം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നിത്യ ആനന്ദത്തിന് വഴി തെളിയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 8 ശ്ലോകങ്ങളൊന്ന് ചുരുക്കി പറയാൻ നോക്കാം ഞാൻ. അതായത് എൻ്റെ എന്താ പറയുക, വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ഫോട്ടോ എന്തായാലും എൻ്റെ രൂപമൊക്കെ എൻ്റെ ഭക്തന്മാരെയും കാണുക, അവരെ പൂജിക്കുക, ശുശ്രൂഷിക്കുക, സ്തുതിക്കുക, എൻ്റെ ഗുണകർമ്മങ്ങളെ വാഴ്ത്തുക, ഇതൊക്കെ വേണം. എൻ്റെ കഥ കേൾക്കുക, എന്നെ ധ്യാനിക്കുക, എല്ലാം എനിക്കായിട്ട് അർപ്പിക്കുക. പിന്നെയോ എവിടെയത് നമ്മൾ വെച്ച് അതെ എപ്പോഴും എല്ലാം അർപ്പിക്കുക. ദാസ്യഭാവത്തിൽ എപ്പോഴും ആത്മസമർപ്പണം നടത്തുക. ഭജന കീർത്തനങ്ങൾ കൊണ്ടും നൃത്തം ചെയ്യാറിയണവർ നൃത്തം കൊണ്ടും ഉത്സവങ്ങളൊക്കെ കൊണ്ടാടുക, ഇതൊക്കെ ഭക്തിയാണെന്ന്. പിന്നെ തീർത്ഥാടനം, നമ്മൾ പോവുമല്ലോ ഓരോ ദിക്കിലേക്ക് തൊഴാനൊക്കെ. പിന്നെ വൈദിക താന്ത്രികം ആയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പറ്റുന്നവരനുഷ്ഠിക്കുക. പിന്നെ ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ നല്ല ബാക്കിയുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ അതിനോടനുബന്ധിച്ചുള്ള നമ്മൾ പാർക്കോ ഉദ്യാനങ്ങളോ ഒക്കെ നിർമ്മിക്കുക. അതിനൊക്കെ നമ്മൾ
സഹകരിക്കുക. ഈ ഇങ്ങനത്തെ ഈ ലോക നന്മയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനൊക്കെ സഹകരിക്കണതൊക്കെ ഭക്തി തന്നെയാണ്. പിന്നെ ദുരഭിമാനവും ദമ്പൊന്നും കൂടാതെ ഇതൊക്കെ നിർവഹിക്കണം. അതായത് അവനവൻ ചെയ്ത കാര്യമൊക്കെ കേമാണെന്ന് അവനവൻ തന്നെ അഹങ്കരിക്കരുത്. ഈശ്വരൻ്റെ കയ്യിലത്തെ വെറും ഒരു ഉപകരണമാണെന്ന് തന്നെ എപ്പോഴും വിചാരിക്കണം. പിന്നെ അവനവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശ്വരനായിട്ട് അർപ്പിക്കണം. അങ്ങനെ ചെയ്താൽ ആ ഭക്തൻ ശരിക്കന്നെ നിത്യ സത്യ ആനന്ദം അനുഭവിക്കും. അതായത് ഭഗവാൻ അപ്പം എപ്പോഴും ആനന്ദമായിരിക്കും എന്ന് പറയാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഒന്നിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഒന്നിച്ച് അത് എല്ലാം ഭക്തൻ്റെ ലക്ഷണമാണല്ലോ. അപ്പോൾ അത് ഒന്നിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ആ ഭക്തിഭാവം വേണം ഈ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും. എന്നാലേ അത് ഭക്തിയാവുള്ളൂ. അതാണ് ഇനി 41 കഴിഞ്ഞല്ലോ അല്ലേ. യദ്യത് ഇഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മന യത്തന്നിവേദയൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. അനന്തമായ ആനന്ദം ഉണ്ടാവും. ഇനി ഏതൊക്കെ എവിടെയാണ് പൂജാസ്ഥാനങ്ങളെന്ന് പറയാണ്. ഇനി പൂജാസ്ഥാനങ്ങളെയാണ് ഇനി പറയണം. അതായത് ഭഗവാനെ പൂജിക്കാൻ അർഹമായിട്ടുള്ള 11 സ്ഥലങ്ങളെ പറയാണ്. അത് 21 മിനിറ്റ് സാരില്ല, 42 വായിക്കാം കേട്ടോ. സൂര്യോഗ്നിർബ്രാഹ്മണോ ഗാവോ വൈഷ്ണവ ഖം മരുജ്ജലം ഭൂതാത്മാ സർവഭൂതാനി ഭദ്ര പൂജാപദാനി മേ. എന്തൊക്കെയാണ് ആദ്യത്തെ ശ്ലോകം എന്ന് വെച്ചാൽ, ഭദ്ര ഹേ ഉദ്ധവ മംഗള സ്വരൂപ, സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കള്, വൈഷ്ണവ പറഞ്ഞില്ലേ, വിഷ്ണു ഭക്തർ, ഖം ആകാശം, മരുത്ത് കാറ്റ്, ജലം ഭൂമി, ആത്മാ, സർവഭൂതാനി സകല പ്രാണികൾ എല്ലാം മമ പൂജ പദാനി എന്നെ പൂജിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ അതെ. ഏതൊക്കെ? ഹേ മംഗളസ്വരൂപ, സൂര്യൻ, ഏകാദശ സൂര്യന്മാരുണ്ടല്ലോ. പിന്നെയോ സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, പശുക്കള്, ഭക്തൻ, ആകാശം, വായു, ജലം, ഭൂമി, ആത്മാവ്, സർവ്വജീവജാലങ്ങളും ഇതൊക്കെ എൻ്റെ പൂജയ്ക്ക് ഉചിതമാണ്. എന്താ വെച്ചാൽ എല്ലാറ്റിലും ഭഗവാനുണ്ട്. അതാണേ സർവം വ്യാപിയല്ലേ ഭഗവാൻ. അപ്പോൾ ജീവജാലങ്ങളെ പൂജിച്ചാലും മതി. അതാണ് സൂര്യോഗ്നിർ ബ്രഹ്മണോ ഗാവോ വൈഷ്ണവഖം മരുജ്ജലം അല്ലേ, ഭൂ ആത്മാ സർവഭൂതാനി ഭദ്ര പൂജാപദാനിമേ. ഇതൊക്കെ എൻ്റെ പൂജാസ്ഥാനങ്ങളാണ്. അപ്പോൾ 11 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പിന്നെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 43 സൂര്യേതു വിദ്യയാത്രയ്യ ഹവിഷാഗ്നൗ യജേത മാം ആദിത്യേനതു വിപ്രാഗ്രേ ഗോഷ്വംഗ യവസാദിനാം. 43 അംഗ ഹേ ഉദ്ധവ, സൂര്യനിൽ ത്രയ്യാവിദ്യയാത്തു വേദത്രയങ്ങൾ, ത്രയ്യവിദ്യ പറഞ്ഞാൽ എന്താ, 3 വേദങ്ങളാലും, അഗ്നിയിൽ ഹവിസ് കൊണ്ട്. ഇപ്പോൾ സൂര്യനെയൊക്കെ പുരുഷ സൂക്തമൊക്കെ ചൊല്ലി നമസ്കരിക്കുക ആൾക്കാരെ. അപ്പോൾ വേദത്തിലത്തെ മന്ത്രങ്ങളുണ്ട് സൂര്യനെ. അഗ്നിയിൽ നമ്മൾ ഹവിസ് അർപ്പിക്കും അല്ലേ. യാഗത്തിനൊക്കെ നെയ്യൊക്കെ നമ്മൾ അഗ്നിയിൽ ഹോമിക്കുമല്ലോ. വിപ്രാഗ്രേ ബ്രാഹ്മണരെ ആതിഥ്യേന, ബ്രാഹ്മണരൊക്കെ ബ്രഹ്മജ്ഞാനികളൊക്കെ കേട്ടോ, അത് പ്രത്യേകം പറയാം. ബ്രഹ്മജ്ഞാനികളെ അതിഥിയായിട്ട് കണ്ടിട്ട് പൂജിക്കണം. പിന്നെയോ ഗോഷു പശുക്കളിൽ യവസാദിന, അതായത് പുൽത്തളിരുകളാലും നല്ല പച്ചപ്പുല്ലൊക്കെ കൊടുക്കുക പശുവിന്, അത് പശുവിനുള്ള പൂജയായി. മാം യജേത എന്നെ പൂജിക്കേണ്ടതാകുന്നു. അതാണ് ഇതിലിപ്പോൾ പറഞ്ഞത്. ആദ്യം ഏതൊക്കെ സ്ഥാനങ്ങളാണ് പൂജിക്കേണ്ട പറഞ്ഞില്ലേ. ഇനി എന്താണ് ഇതിൽ പറഞ്ഞ വെച്ചാൽ, എൻ്റെ പൂജയായിട്ട് തന്നെ കരുതിയിട്ട് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യാം. അത് ചെയ്യാം. പിന്നെ ഇപ്പം ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ എന്താണ്, സൂര്യനെ വേദമന്ത്രങ്ങളെ കൊണ്ടും അഗ്നിയെ ഹവിസർപ്പിച്ചിട്ടും ഭജിക്കാം. അതിലൊക്കെ ഭഗവാന്റെ. പിന്നെയോ ബ്രഹ്മജ്ഞാനികളെ അതിഥിയായിട്ട് പൂജിക്കുക, അതിഥി പൂജ. പിന്നെയോ പശുക്കളെ പച്ചപ്പുല്ലുമൊക്കെ കൊടുത്തിട്ട് യജിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക്
44 കൂടിയും ചെയ്യാം. സൂര്യേതു വിദ്യയാ ത്രയ്യ ഹവിഷാഗ്നൗ യജേത മാം ആദിത്യേനതു വിപ്രാഗ്രേ ഗോഷ്വംഗ യവസാദിന വൈഷ്ണവേ ബന്ധുസത്കൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയാ വായൗ മുഖ്യധിയാ തോയേ ദ്രവ്യൈസ്തോയ പുരസ്കൃതൈഃ. 44-45 ഒന്നിച്ചാണ്. സ്ഥണ്ഡിലേ മന്ത്രഹൃദയൈർഭോഗൈരാത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമാം. ഇനി എന്താ പറയുക വെച്ചാൽ വൈഷ്ണവേ, വിഷ്ണുഭക്തനെ ആദ്യത്തെ 11 കാര്യം പറഞ്ഞല്ലോ. വിഷ്ണുഭക്തനിൽ ബന്ധു സത്കൃത്യ, ഒരു ബന്ധുവിനെ പോലെ വിഷ്ണുഭക്തന്മാരെ കാണണം, അങ്ങനെ അവരെ പൂജിക്കണം. ഹൃദിഖേ, ഹൃദയാകാശത്തിൽ ധ്യാനനിഷ്ഠയ, ധ്യാനിച്ചിട്ടും, അതായത് ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചിട്ടും, വായൗ മുഖ്യാധിയ, വായുവിൽ പ്രാണനാണ്, പ്രാണരൂപത്തിൽ ഭഗവാനാണെന്ന് വിചാരിച്ചും, അതായത് നമ്മൾ ശ്വസിക്കണ വായുവും ഭഗവാന്റെ നിശ്വാസമാണെന്ന് വിചാരിക്കണം. തോയെ, ജലത്തിൽ, തോയ പുരസ്കൃതൈഹി, ജലം മുതലായ ദ്രവ്യൈഹി, ദ്രവ്യങ്ങളെ കൊണ്ട് തർപ്പണം ചെയ്യുക. ജലമാണെങ്കിൽ നമ്മളെ ജലം കൊണ്ട് തന്നെ ഭഗവാനെ തർപ്പിക്കാലോ. സ്ഥണ്ഡിയിലെ, ഭൂമിയിൽ, മന്ത്രഹൃദയൈഹി, അതായത് മന്ത്രങ്ങളാലും ഭൂമിയിലെ, ആത്മനി, ശരീരത്തിൽ, ഇവിടെ ഇപ്പോൾ ആത്മാവച്ച ആത്മനിച്ച അവനുണ്ട് ശരീരത്തിൽ, ആത്മാനം, ശരീരത്തിനുള്ളിലുള്ള ജീവാത്മാവിനെ നമ്മൾ പൂജിക്കുക. ഭോഗൈഹി, അതായത് നമുക്ക് സുഖാനുഭവങ്ങളിൽ എന്ത് ചെയ്യുക, സർവഭൂതേഷു, സകല പ്രാണികളിലും, അതായത് സുഖാനുഭവത്താലും സകല പ്രാണികളിലും, ക്ഷേത്രജ്ഞം മാം സമത്വേന, ഞാൻ ക്ഷേത്രജ്ഞനായിരിക്കുന്ന എന്നെ എല്ലാവരോടും സമഭാവനയോടുകൂടി എല്ലാവരിലും ഞാനിരിക്കുന്നുണ്ട് എന്ന് കണ്ട എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുക. യജേത, അങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. എത്രയൊരു നല്ല ഇതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നതല്ലേ. നോക്കൂ, എന്താണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ, അതാണ് എല്ലാറ്റിലും, സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ഭൂമി, ആകാശം, വായു, അതൊക്കെ പറഞ്ഞില്ലേ, അവയിലൊക്കെ അങ്ങനെ കാണുന്ന എല്ലാറ്റിലും ക്ഷേത്രജ്ഞനായിട്ട് ഞാൻ ഇരിക്കുന്നു എന്ന സമഭാവനയോട് കൂടിയിട്ട് പൂജിക്കണമെന്ന്. ഇഷ്ടദേവതയും പൂജിക്കാം, പക്ഷേ എല്ലാറ്റിലും എന്നെ കണ്ടിട്ട് തന്നെയാണ് അപ്പം ഈ ഒരു ശ്ലോകത്തിൽ പറയണത് അല്ലേ. എല്ലാറ്റിലും എന്നെ കണ്ട് പൂജിക്കണം എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ നമുക്ക് 44-45 വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ഞാനും ക്ഷേത്രജ്ഞനായിട്ട് ഞാൻ എല്ലാറ്റിലും ഉണ്ടെന്ന്. അതാണ് ഇതിൽ ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത്. വൈഷ്ണവേ ബന്ധുസത്കൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയ, അതായത് ഇപ്പോൾ ഈ വിരാട് സ്വരൂപം തന്നെ ധ്യാനിച്ചാൽ മതി. വായു ഭഗവാന്റെ നിശ്വാസമാണ് അല്ലേ, എന്താണ് വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമാണ്, മേഘങ്ങൾ ഭഗവാന്റെ തലമുടി, അങ്ങനെ കണ്ട് ആരാധിക്കണേ. വൈഷ്ണവേ ബന്ധുസത്കൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയ വായൗ മുഖ്യധിയാ തോയേ ദ്രവ്യൈസ്തോയ പുരസ്കൃതൈ സ്ഥണ്ഡിലേ മന്ത്രഹൃദയൈർഭോഗൈരാത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട്, അന്തര്യാമിയായിട്ട്, സമത്വേന യജേതമാം, അപ്പം എല്ലാവരെയും സർവഭൂതജാലങ്ങളെയും സമഭാവനയോടുകൂടി പൂജിക്കണം എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.